നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പന്തലൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടിയിൽ യുവതിയെ കയറിപ്പിടിച്ച് ശല്യപ്പെടുത്തിയ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി അറസ്റ്റിൽ. ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിആർപുരം ഗവൺമെന്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് വിളക്കുകളുടെ സ്വിച്ച് ഓൺ നടത്തി. തുരുത്തിപ്പറമ്പ് പ്രസാദനാഥ പള്ളിയിൽ മാതൃസംഗമവും വനിതാ ദിനാഘോഷവും നടന്നു. വാർത്തകൾ വിശദമായി. പന്തലൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ആർട്ടിസ്റ്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. VM കൊച്ചുമോൻ അധ്യക്ഷത വഹിച്ചു. KK രാജൻ, വായനശാല പറപ്പൂക്കര പഞ്ചായത്ത് മേഖലാ സമിതി കൺവീനർ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. KR സുബ്രഹ്മണ്യൻ സ്വാഗതവും വിദ്യ മാധവൻ നന്ദിയും പറഞ്ഞു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പേരക്കുട്ടികൾ അമ്മൂമ്മ അച്ചാച്ചൻ അവരുടെ കൂടെ കളിച്ചടക്കുകയും അവരോട് വർത്തമാനം പറയും ഉല്ലസിക്കുകയും ചെയ്തൊരു സമീപനമായിരുന്നു. ആ കാലഘട്ടം പോയി. ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയും TVയിലും മുമ്പിലിരുന്ന് സമയം കളയുന്നതിനോടൊപ്പം വയസ്സായവരെ മനഃപൂർവ്വം അല്ലെങ്കിലും മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ മാനസികമായി കുറച്ച് തകർന്നു പോകും. കാരണം വെച്ചാൽ നമ്മളോട് നമ്മൾ അവരുടെ അടുത്ത് പോയി കഞ്ചാൻ പോകാൻ പറ്റില്ല. എന്നോട് സംസാരിക്കും. അപ്പൊ ചെയ്യാനുള്ളത് നമ്മൾ അടുത്തുള്ള വീടുകളിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവർ പരസ്പരം. ചാലക്കുടിയിൽ യുവതിയെ കയറിപ്പിടിച്ച് ശല്യപ്പെടുത്തിയ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി അറസ്റ്റിൽ. ചാലക്കുടിയിൽ യുവതിയെ കയറിപ്പിടിച്ച് ശല്യപ്പെടുത്തിയ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി അറസ്റ്റിൽ. ഛത്തീസ്ഗഡ് റായ്പൂർ സ്വദേശിയായ ലഗേഷ് കുമാർ മാർക്കം എന്നയാളെയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MKയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ചാലക്കുടി ടൗണിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ കയറിപ്പിടിച്ച് ശല്യപ്പെടുത്തിയ സംഭവത്തിലാണ് ഇയാളെ പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർ പ്രദീപ് N, പോലീസ് ഉദ്യോഗസ്ഥരായ ആൻസൺ പൗലോസ്, സുരേഷ് കുമാർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റിലായ ലഗേഷ് കുമാർ കഴിഞ്ഞ 2 വർഷമായി മുരിങ്ങൂരിൽ താമസിച്ചു വരികയായിരുന്നു. ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിആർപുരം ഗവൺമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. വിആർപുരം ഗവൺമെന്റ് സ്കൂൾ ക്യാമറ നിരീക്ഷണത്തിൽ. ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിആർപുരം ഗവൺമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. സ്കൂളിന്റെ സുരക്ഷയുടെ ഭാഗമായും അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായാണ് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാമറകൾ സ്ഥാപിച്ചത്. സ്കൂളിലാകെ 11 ക്യാമറകളാണ് സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറയുടെ ഉദ്ഘാടനം ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഷീല PA അധ്യക്ഷയായി. ഹെഡ് മിസ്ട്രസ് ബിജി S, ജയരാജ് മാഷ്, SMC ചെയർമാൻ VV വേലായുധൻ, സ്കൂൾ ലീഡർ ആൽബിൻ ഷാജു എന്നിവർ പ്രസംഗിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സർക്കാർ സ്കൂളുകളിലെ നിരീക്ഷണ ക്യാമറകൾ നമ്മൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് വിദ്യാർത്ഥി സ്കൂളിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. എല്ലാവരും ക്യാമറ നിരീക്ഷണത്തിലാണെന്നാണ് ഇനിയുള്ള എൻ്റെ പ്രത്യേകത. അകത്തുള്ളവരും പുറത്തുള്ളവരും വരാൻ സാധ്യതയുള്ളവരൊക്കെ നിരീക്ഷണത്തിലിടയിൽ. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ വിദ്യാലയത്തിന്റെ മറ്റു കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കറിയാം. പലപ്പോഴും നമ്മുടെ വിദ്യാലയത്തിൽ മലയോര ഹൈവേ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടന പ്രചരണാർത്ഥം പ്രൊമോ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. പീച്ചി റോഡ് ജംഗ്ഷൻ മുതൽ വിലങ്ങന്നൂർ വരെയാണ് സൈക്ലത്തോൺ നടത്തിയത്. സൈക്ലേഴ്സ് തൃശൂർ നേതൃത്വം നൽകിയ സൈക്ലത്തോൺ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മലയോര ഹൈവേ ഉദ്ഘാടന സംഘാടക സമിതി അംഗങ്ങളായ VC സുജിത്ത്, EM വർഗീസ്, KE പൗലോസ്, KT ജിതിൻ, ബിജുമാൻ, റോബിൻ, OK മോഹനൻ, പവനൻ, മനു പുതിയമഠം എന്നിവർ സന്നിഹിതരായിരുന്നു. മലയോര ഹൈവേ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനം മാർച്ച് 15-ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും.
റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിലങ്ങന്നൂരിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തും. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് വിളക്കുകളുടെ സ്വിച്ച് ഓൺ നടത്തി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടിലാങ്കുഴി, മാമ്പ്രപ്പട, ചാലാമ്പാടം, ആൽപ്പാറ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന രാധാകൃഷ്ണൻ, അനിത KV, റെജീന തുടങ്ങിയവർ സംസാരിച്ചു. തുരുത്തിപ്പറമ്പ് പ്രസാദനാഥ പള്ളിയിൽ മാതൃസംഗമവും വനിതാ ദിനാഘോഷവും നടന്നു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. മാതൃവേദി രൂപതാ പ്രസിഡന്റ് സിനി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ഫൊറോന സെക്രട്ടറി മാഗി ഡാനിയൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രൂപതാ ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റോ കരിപ്പായി, തുരുത്തിപ്പറമ്പ് ഇടവക വികാരി ഫാദർ പോളി പുതുശ്ശേരി, ജിഷ സിജോൺ, പ്രീത ഷിനോജ്, മാതൃവേദി രൂപതാ സെക്രട്ടറി സെലിൻ ജെയ്സൺ, രൂപതാ ട്രഷറർ സിനി ജോബി, ഫാദർ ജോർജ് പാലമറ്റം, ഫാദർ ജിതിൻ കാളൻ CMI, സിസ്റ്റർ ജെസ്സി വർഗീസ്, ജോബിൻ ജോൺ, ജോസ് കാളൻ, ജിംസി സി ജോസ്, സ്മിത ബെന്നി, സിസ്റ്റർ റിൻസി പള്ളിപ്പാട്ട്, സിസ്റ്റർ നീത മുഞ്ഞലി, സിസ്റ്റർ ആൻസി തേനൻ എന്നിവർ സംസാരിച്ചു. വനിതകൾ കരുത്താർജിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ. ചെറു പെൺകുട്ടികൾ ഉൾപ്പെടെ യുവതലമുറ വഴിതെറ്റാതെ ജീവിത വിജയം നേടുന്നതിന് വനിതകൾ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആദരണീയം തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിലെ മുഴുവൻ വനിതാ കൗൺസിലർമാരെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുൻ നിയമസഭാ സ്പീക്കർ കൂടിയായ തേറമ്പിൽ രാമകൃഷ്ണൻ. ആദരണീയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. അജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഡെപ്യൂട്ടി മേയർ ML റോസി, മുൻ മേയർ IP പോൾ, S. പ്രസാദ്, രാജൻ പല്ലൻ, സുനിൽ രാജ്, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, K. ഗോപാലകൃഷ്ണൻ, KN നാരായണൻ, KP രാധാകൃഷ്ണൻ, സന്തോഷ് കോലഴി, CC ഡേവി, അഡ്വക്കേറ്റ് ആശിഷ്, സത്യഭാമ ടീച്ചർ, ജേക്കബ് പുലിക്കോട്ടിൽ, ശിവരാമകൃഷ്ണൻ, P. ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നും അദ്ദേഹം മറ്റൊരു സ്ഥലത്തില്ലാത്തതുകൊണ്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 80,040 രൂപ, പവന് 64,320 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്തലൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടിയിൽ യുവതിയെ കയറിപ്പിടിച്ച് ശല്യപ്പെടുത്തിയ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി അറസ്റ്റിൽ. ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിആർപുരം ഗവൺമെന്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു.
നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് വിളക്കുകളുടെ സ്വിച്ച് ഓൺ നടത്തി. തുരുത്തിപ്പറമ്പ് പ്രസാദനാഥ പള്ളിയിൽ മാതൃസംഗമവും വനിതാ ദിനാഘോഷവും നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.